നമുക്ക് അടുത്ത ചാപ്റ്ററാണ് മൈക്രോസോഫ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ. ഡോസ് എന്ന് വെച്ചാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? സോഫ്റ്റ്വെയർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് യൂസറും ആ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസാണ്. ഹാർഡ്വെയറിനെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് യൂസർ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോണത് മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നോക്കാൻ പോകുന്നത്. ഒരു പോപ്പുലറായിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു അത്, മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ സിസ്റ്റം ഓൺ ചെയ്തു, നമ്മൾ ലാബിൽ ചെന്ന് നിങ്ങൾ സിസ്റ്റം ഓൺ ചെയ്തു, ആ സമയത്ത് ആദ്യം നടക്കുന്ന പ്രോസസ്സ് റോം ബയോസ് എന്ന് പറയുന്നതാണ് എക്സിക്യൂട്ട് ചെയ്യുക. പവർ എപ്പോഴാണോ ഓൺ ആവുന്നത് ആ സമയത്ത് ഏതാ എക്സിക്യൂട്ട് ആവുന്നത്? റോം ബയോസ്. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഏതിലായിരിക്കും? ബയോസിൻ്റെ ഉള്ളിലായിരിക്കും എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് റുട്ടീൻ തുടങ്ങും. സ്റ്റാർട്ടപ്പ് റുട്ടീനിൽ നമ്മൾ പറയുന്നത് പോസ്റ്റ് ചെക്കിംഗ് ആണ്. അതായത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പോസ്റ്റ് POSTൻ്റെ ഫുൾ ഫോം എന്താണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണുണ്ടോ എന്ന് സിസ്റ്റം തന്നെ ചെക്ക് ചെയ്ത് നോക്കും. ആ ഒരു പ്രോസസ്സാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് ചെക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടെങ്കിൽ നമ്മൾ അടുത്ത എന്താണ്? ബൂട്ട് സ്ട്രാപ്പാണ് പറയണേ. അതിൽ ബൂട്ട് സ്ട്രാപ്പ് പ്രോസസ്സിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ എല്ലാ സിസ്റ്റം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യും? ബൂട്ട് സ്ട്രാപ്പ് പ്രോസസ്സാണ് നടക്കുന്നത്. ആദ്യം സിസ്റ്റം എന്ത് ചെയ്യും? എ ഡ്രൈവിൽ ചെല്ലും. എ ഡ്രൈവ് എന്ന് വെച്ചാൽ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കും. ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഉള്ളിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ പോയി ചെക്ക് ചെയ്യും? ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യും. ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ പറയുന്ന റുട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ എ ഡ്രൈവ് ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിലുണ്ടാവാം, എ ഡ്രൈവിലുണ്ടാവാം, അതായത് ഫ്ലോപ്പി ഡിസ്ക്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ഉണ്ടാവാം? ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ രണ്ടിടത്തും കിട്ടിയില്ലെങ്കിലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനുള്ള ബൂട്ട് സെക്ടർ അവിടെ രണ്ടിടത്തും കിട്ടിയില്ല. അപ്പോൾ എന്ത് കാണിക്കും? ഒരു ബ്ലാക്ക് കളർ സ്ക്രീനിൽ നമുക്ക് എറർ കാണിക്കും. ബൂട്ട് സെക്ടർ ബൂട്ട് റെക്കോർഡ് ഫൗണ്ട് ചെയ്തിട്ടില്ല, അല്ലെ ബൂട്ട് സെക്ടർ ഫയൽ മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എറർ കാണിച്ചു തരും. ഓക്കെ, നമുക്കിപ്പോൾ ഫ്ലോപ്പി ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്നോ ഇത് കിട്ടിയെന്ന് വിചാരിക്കും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലൊരു ഷോർട്ട് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ ഡോസിനെ സംബന്ധിച്ച് 3 ഫയലുകളാണ് നമുക്ക് വരുന്നത്. അതിലൊരു ഫയലാണ് IO.sys. IO.sys ഉണ്ട്. അതുപോലെ തന്നെ MS-DOS.sys ഉണ്ട്. അതുപോലെ തന്നെ command.com. ഈ 3 ഫയലുകളാണ് ഡോസിന് മെയിനായിട്ടുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ 2 ഫയൽ IO.sys-ഉം MS.sys എന്ന് പറയുന്നത് എന്താ? ഹിഡൻ ഫയൽസാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അത് command.com എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫയൽസാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബൂട്ട് സെക്ടറിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനുള്ള കോഡ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെന്തെന്നാ പറയണേ? ബൂട്ട് സെക്ടറിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനുള്ള കോഡിനെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്നാണ് പറയണത്. ആ ലോഡറിലുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ബൂട്ട് സെക്ടർ വരുന്നത്. ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനായിട്ട് പറയുന്ന ബൂട്ട് സെക്ടറിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമാണ് ഇത് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബൂട്ടിംഗ് ആണ്. ബൂട്ടിംഗ് എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ആ 2 തരത്തിലാണ് നമുക്കുള്ളത്. കോൾഡ് ബൂട്ടിങ്ങും ഉണ്ട്, വാം ബൂട്ടിങ്ങും ഉണ്ട്. കോൾഡ് ബൂട്ടിംഗ് എന്ന് വെച്ചാൽ ഓഫായിരിക്കുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ ഓൺ ചെയ്തിട്ട് ബൂട്ട് ചെയ്തെടുക്കുന്നു. അതാണ്
കോൾഡ് ബൂട്ടിങ്. വാം ബൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാറില്ലേ, അന്നേരം സിസ്റ്റം ഓഫായിട്ട് ഒന്നുകൂടി ഓൺ ആവും അല്ലേ, ഒന്നുകൂടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവും. അതിനെയാണ് വാം ബൂട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള ബൂട്ടിംഗ് ആണ് നമുക്ക് ഉള്ളത്. ഇനി 2 തരത്തിലുള്ള കമാൻഡ്സ് പഠിക്കാനുണ്ട് നമുക്ക്. 3 ഫയൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഡോസിൽ. എന്തൊക്കെയാണ്? IO.sys, ms.sys, അതുപോലെ തന്നെ command.sys. അതിൽ ആദ്യത്തെ 2 ഹിഡൻ ആണ്. ms.sys IO.sys എന്തെന്നാ ഹിഡൻ ആണ്. command.com നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പ് കമാൻഡ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് കമാൻഡാണ് എന്ത്? ഇൻറ്റേർണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഈ command.com എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിലുള്ള കമാൻഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റേർണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കമാൻഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് CLS എന്ന് പറയുന്ന കമാൻഡ്. അതായത് ഇതെല്ലാം നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് പോലെയാണ്, ഒരു കമാൻഡ് പ്രോംപ്റ്റ് പോലെയാണ് വരുന്നത്. അതായത് ഒരു ബ്ലാക്ക് കളർ സ്ക്രീനിൽ കുറേ കോഡ് അടിച്ചു കൊടുക്കണം, അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അല്ലാതെ നിങ്ങളിപ്പോൾ വിൻഡോസിൽ നമ്മുടെ ലാബിൽ വർക്ക് ചെയ്യുന്ന പോലെ വിൻഡോസൊന്നുമല്ല, ഐക്കൺസൊന്നുമില്ല. ജസ്റ്റ് എല്ലാം നമ്മൾ കമാൻഡ് വഴി വേണം ചെയ്യാൻ. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കമാൻഡ്, ഒരു ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ കമാൻഡ്, എല്ലാ കാര്യങ്ങളും കമാൻഡ് അടിച്ചു വേണം. അപ്പോൾ ഈ കമാൻഡ് നമ്മൾ പഠിക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്ന കമാൻഡ് എന്തിനാണ്? ഈ പ്രോംപ്റ്റിന് മുഴുവൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോഡുകൾ അടിച്ചടിച്ച് വരുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കും, അത് ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് CLS എന്ന് പറഞ്ഞത് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ഡേറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സിസ്റ്റം ഡേറ്റ് കാണാനോ അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സിസ്റ്റം ടൈം കാണാനോ അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം യൂസ് ചെയ്യുന്നത്. അടുത്ത വേർഷനാണ്. VER എന്നാണ് നമ്മൾ പറയുന്ന കമാൻഡ്. അതായത് ഏത് വേർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡോസിൻ്റെ ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ വോളിയം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതിൽ ആ ഡിസ്കിൻ്റെ സീരിയൽ നമ്പർ അറിയാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ദ ലേബൽ ആൻഡ് സീരിയൽ നമ്പർ ഓഫ് ദി ഡിസ്ക്. ആ ഡിസ്ക് ഉണ്ടല്ലോ, മേ ബി ഹാർഡ് ഡിസ്ക് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് ആയിരിക്കാം. അതിൻ്റെ സീരിയൽ നമ്പർ അല്ലെങ്കിൽ ലേബൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വോൾ എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യുന്നത്, VOL. അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ കമാൻഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻറ്റേർണൽ കമാൻഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് എക്സ്റ്റേണൽ കമാൻഡ്സ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് ഫയലായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ഒരു ഫയലായിട്ടാണ് എക്സ്റ്റേണൽ കമാൻഡ് ഡിസ്കിൽ തന്നെ ഉണ്ടാവും, പക്ഷേ അതൊരു സെപ്പറേറ്റ് ഫയലായിട്ടാണ് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് MEM എന്ന് പറയുന്നത്. MEM നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ഫ്രീ ഉണ്ട്. നമ്മൾ മൊബൈലിൽ മെമ്മറി സ്റ്റോറേജ് നോക്കൂലേ എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആ ഡിസ്കിൽ എന്തോരം യൂസ് ചെയ്തിട്ടുണ്ട്, എന്തോരം ഫ്രീ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MEM യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രീ എന്ന് പറയുന്ന ഫോൾഡർ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫോൾഡർ നമുക്ക് അതിൽ ഫയൽ എക്സ്പ്ലോററിൽ വിൻഡോസിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രീ എന്ന് പറയുന്ന കമാൻഡ് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ മൂവിയുടെ ഉള്ളിൽ 3 ഫോൾഡർ ഉണ്ടാവാം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ട്രീ സ്ട്രക്ചറിലായിരിക്കും നമുക്ക് കാണിച്ചു തരാം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ഫോൾഡറിൻ്റെ ട്രീ സ്ട്രക്ചറിൽ കാണിച്ചു തരുന്നതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രീ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഇനി മോർ എന്ന് പറയുന്നുണ്ട്. മോർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയൊരു ഡോക്യുമെൻറ്റ് ഫയലാണെന്ന് വിചാരിക്കും, അതിലൊരു സ്ക്രീനിൽ ലോഡ് ചെയ്യാനുള്ള മാത്രമേ ലോഡ് ചെയ്യുള്ളൂ. അടുത്ത പേജ് വായിക്കണേ നമ്മൾ എന്ത് വേണം? മോർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ കമാൻഡ് അടിച്ചാലേ നമുക്ക് അടുത്ത പേജ് കാണാൻ പറ്റുള്ളൂ. വിൻഡോസിൽ ഇതുവെല്ലാം വേണം, ആ സ്ക്രോൾ ബട്ടൺ ഒന്ന് സ്ക്രോൾ ചെയ്താൽ അടുത്ത പേജ് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് അല്ല ഈ ഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഡിസ്ക് കോപ്പിയാണ്. ഡിസ്ക് കോപ്പി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കണ്ടൻറ്റ്, ഒരു ഫ്ലോപ്പി ഡിസ്കിലെ കണ്ടൻറ്റിനെ വേറൊരു ഫ്ലോപ്പി ഡിസ്കിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക് കോപ്പി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് കോംപ് ഉണ്ട്, COMP, ഡിസ്ക് കോംപ്. അത് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. 2 ഡിസ്കുകൾ തമ്മിലുള്ള ഡാറ്റകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി, സെയിം ആണോ ഇല്ലയോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് സിസ് എന്ന് പറഞ്ഞാൽ. അതായത് ഞാൻ പറഞ്ഞു ഫ്ലോപ്പി ഡിസ്കിൽ നിന്ന് ബൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ബൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ ഫ്ലോപ്പി ഡിസ്കിനെ ബൂട്ടബിൾ ആക്കണത് ഈ സിസ് എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ കമാൻഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഈ ചാപ്റ്ററിൽ നമുക്ക് അത്രയേ ഉള്ളൂ. ഡോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ.